ഈ സിട്രോൺ ലോകത്തിലെ ഏറ്റവും ഫേമസ് എന്തിനാണെന്ന് പറഞ്ഞാൽ അവൻ്റെ ഇനി എനിക്ക് നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരാനുള്ളൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമുണ്ട്. അതായത് ഒരു പ്രാക്ടിക്കൽ യൂസിന് വാല്യൂ ഫോർ മണി നോക്കുന്ന ഒരാൾക്ക് ഞാൻ ഇതിൻ്റെ ഡ്രൈവ് എക്സ്പീരിയൻസ് ചെയ്തതാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിന് കിട്ടാവുന്ന ഇവിടെ ഞാൻ മിസ് ചെയ്തൊരു കേസാണ്. ഏകദേശം ഒരു 100 കൊല്ലം അല്ലെങ്കിൽ ഒരു 105 കൊല്ലമായി സിട്രോൺ ഈ പണി തുടങ്ങിയിട്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? 1919 ഒരു ഫ്രഞ്ച് കമ്പനിയായിട്ടാണ് നമ്മുടെ സിട്രോൺ എന്ന് പറയുന്ന ബ്രാൻഡ് നമ്മുടെ ലോകത്തിലേക്ക് കടന്നു വരുന്നത്. ഏകദേശം 101 കൺട്രീസിൽ ഇപ്പം ഏതാണ്ട് 50 മില്യൺ യൂണിറ്റിന് മുകളിൽ അവർ സെല്ല് ചെയ്തിട്ടുണ്ട്. സെല്ലൊക്കെ ചെയ്ത് കഴിഞ്ഞ് 100-ാം കൊല്ലമായപ്പോഴാണ് അവർ ഇന്ത്യയിലേക്ക് വരണം എന്നുള്ളൊരു ആലോചനയൊക്കെ ആയിട്ട് വന്ന് അങ്ങനെ 2019 അവർ ഇന്ത്യയിലേക്ക് വരിക എന്നുള്ളൊരു പ്ലാനിങ്ങും ഒക്കെ ഡീലും ഒക്കെ സൈൻ ചെയ്തു. 2021 എയർ ക്രോസ് എന്ന് പറയുന്നൊരു മോഡലുമായിട്ട് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് കടന്നു വന്ന് അത് കഴിഞ്ഞ് ഇന്നിപ്പോൾ 2026 ആയി കഴിയുമ്പോഴത്തേക്കും അവർക്ക് 3-4 ഫ്ലീറ്റുകൾ അവൈലബിൾ ആണ്. അതിൽ ഏറ്റവും കൂടുതൽ വാല്യൂ പ്രൊപ്പോസിഷൻ ഉള്ളൊരു മോഡലാണ് സിട്രോണിൻ്റെ C3 എന്ന് പറയുന്നത്. അതിന് കുറച്ചധികം റീസൺസ് ഉണ്ട്. വാല്യൂ പ്രൊപ്പോസിഷൻ മാത്രമല്ല, ഇപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ EVM സിട്രോണിൻ്റെ കൊച്ചി യൂണിറ്റിലാണ്. അപ്പോൾ ഇവിടെ കുറച്ച് അധികം വാല്യൂ ഫോർ മണി ഡീൽസ് കണ്ടു. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്ന എല്ലാ തവണത്തെ പോലെ ഫുൾ ഓപ്ഷൻ അല്ല, ബേസ് വേരിയൻറ്റിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനൊരു സ്പെസിഫിക് റീസൺ ഉണ്ട്, അതെന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ എല്ലാവർക്കും ഡോക്ടർ ഡ്രൈവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഞാൻ എന്തുകൊണ്ടാണ് ഇന്ന് EVM ഷോറൂമിൻ്റെ അകത്ത് നിന്ന് ഷൂട്ട് ചെയ്യുന്നത് പറഞ്ഞാൽ, അവരെൻ്റെ അടുത്ത് പറഞ്ഞു വളരെയധികം വാല്യൂ ഫോർ മണിയാണ് ഇവരുടെ ബേസ് അല്ലെങ്കിൽ സ്റ്റാർട്ടിംഗ് വേരിയൻ്റ് എന്ന് പറയുന്ന ഈ കിടക്കുന്ന വേരിയൻറ്റിന് എക്സ് ഷോറൂം പ്രൈസ് വരുന്നത് 4.95 ലാക്സ് മാത്രമേ ഉള്ളൂ. നമുക്ക് ഓൺ റോഡ് വേണമെന്നുണ്ടെങ്കിൽ ഏകദേശം 5.75 ലാക്സിന് ഈ കിടക്കുന്ന വലിയ സിട്രോണിൻ്റെ C3 നമുക്ക് സ്വന്തമാക്കാൻ പറ്റും. നിങ്ങൾ ആ ഒരു പ്രൈസും ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ബാക്കി വെഹിക്കിൾസിൻ്റെ പ്രൈസുമായിട്ടൊന്ന് കമ്പയർ ചെയ്താൽ മതി. അതായത് വാല്യൂ ഫോർ മണി പ്രൊപ്പോസിഷൻ കൂടുതൽ യാത്രാസുഖം വേണ്ടവർക്കൊക്കെ നല്ലൊരു ഓപ്ഷനാണ് ഈ കിടക്കുന്ന C3 എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് ഒരു ഡിസൈൻ സ്റ്റൈൽ എടുത്തു കഴിഞ്ഞാൽ ശരിക്കും ആ ഒരു ഫ്രഞ്ച് കാറുകളുടെ അല്ലെങ്കിൽ ആ ഒരു സിട്രോണിൻ്റെ ഒരു ഐക്കോണിക് ആയിട്ടുള്ള ആ ഒരു ഗ്രില്ലാണ് വരുന്നത്. അതിൻ്റെ ലോഗോ താണ്ട് ആ ഒരു ഗ്രില്ലിൽ കൂടെ തന്നെ ത്രോട്ട് കയറുന്ന രീതിയിലാണ് ഇൻറ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്. ഫ്രണ്ടിൽ ഇവിടെ ഒരു DRLs വരുന്നുണ്ട്. താഴെയാണ് അവൻ്റെ ഹെഡ്ലൈറ്റ്സ് കൊടുത്തിരിക്കുന്നത്. ഹെഡ്ലൈറ്റ് നോർമൽ ഹാലജൻ ലൈറ്റ്സ് തന്നെയാണ് വരുന്നത്. ഇതിൻ്റെ അകത്ത് ഒരു ലൈവ് കിറ്റ് എന്ന് പറഞ്ഞൊരു കിറ്റും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ആ കിറ്റിനെ കുറിച്ച് ഞാൻ ഡിസ്കസ് ചെയ്യാം. ആ കിറ്റ് ആഡ് ചെയ്തുകൊണ്ടാണ് ഇവിടെ നമ്മുടെ ഫോഗ് ലാംപ്സും എക്സ്ട്രാ ക്ലാഡിങ്സും വരുന്നത്. ഈ സിട്രോൺ ലോകത്തിലെ ഏറ്റവും ഫേമസ് എന്തിനാണെന്ന് പറഞ്ഞാൽ അവൻ്റെ സസ്പെൻഷനും അതുപോലെ തന്നെ യാത്രാസുഖത്തിൻ്റെ ക്വാളിറ്റിയും കൊണ്ടാണ്. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ പുതിയ മോഡേൺ കാർ കമ്പനികൾ അല്ലെങ്കിൽ പുതിയ ടെക്നോളജീസൊക്കെ യൂട്ടിലൈസ് ചെയ്ത് പലരും എയർ സസ്പെൻഷൻ യൂസ് ചെയ്ത് കിട്ടുന്ന ഒരു ക്വാളിറ്റി തന്നെ നമ്മുടെ സിട്രോൺ അവരുടെ നോർമൽ സസ്പെൻഷനിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് ശരിക്കും ഹാറ്റ്സ് ഓഫ് അല്ലെങ്കിൽ അവരൊരു അപ്ലോസ് റിക്വയർ ചെയ്യുന്നൊരു സിംഗാന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി ഈ സൈഡ് പ്രൊഫൈൽസിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും അതിനെ കൂടുതൽ അല്ലെങ്കിൽ ആ ഒരു യാത്രാസുഖത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഇവർ ബേസ് വേരിയൻ്റ് തൊട്ട് തന്നെ 15 ഇഞ്ചിൻ്റെ വീൽസാണ് കൊടുത്തിരിക്കുന്നത്. 195 ആണ് അവൻ്റെ വീൽ സൈസ് വരുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ഗ്രിപ്പ് കിട്ടുന്ന രീതിയിലാണ് ആ ടയേഴ്സ് സിട്രോൺ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇൻഡിക്കേറ്റേഴ്സ് നോർമലായിട്ട് ഫെൻഡറിലാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഈ മിറർ ക്യാപ്പ് എക്സ്ട്രാ നമ്മൾ ലൈവ് എന്ന് പറഞ്ഞ കിറ്റിൽ ചെയ്തിരിക്കുന്നതാണ്. ഇവിടെ ഒരു ക്ലാഡിങ് കൊടുത്തിട്ടുണ്ട്, അത് എക്സ്ട്രാ ആ ഒരു കിറ്റിൽ വന്നിരിക്കുന്നതെന്ന് പറയാൻ പറ്റും. കീ നമുക്ക് ഫോൾഡബിൾ കീ ആണ് വരുന്നത്. പക്ഷേ കീ തണ്ട് ലോക്കല്ല, ബേസ് വേരിയൻ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് തണ്ട് ഇവിടെ ഓപ്പൺ ചെയ്യാനും ലോക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്ക് പ്രൊഫൈൽ നമ്മൾ നോക്കി കഴിയുമ്പോഴത്തേക്കും ആ ഒരു പഴയ സ്റ്റൈലിലുള്ളൊരു ഡിസൈൻ തന്നെയാണ്. പക്ഷേ വളരെ സിമ്പിളാണ്, എന്നാൽ നല്ല ഭംഗിയുണ്ട്. രണ്ട് സിട്രോണിൻ്റെ ലോഗോ ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. C3 എന്നുള്ളൊരു ലെറ്ററിങ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു ഡ്യുവൽ ഷെയ്ഡ് ബമ്പർ നമുക്ക് പറയാൻ പറ്റും. ഒരു ബ്ലാക്കിഷ് കളർ വരുന്നുണ്ട്, ഒരു അലുമിനിയത്തിൻ്റെ. ഇത് മോസ്റ്റ് പ്രോബ്ലി ആ ലൈവ് കിറ്റിൽ അവർ ആഡ് ചെയ്തിരിക്കുന്നതായിരിക്കും. ഒന്ന് ചെക്കൗട്ട് ചെയ്യാൻ നിങ്ങൾ. ഇനി എനിക്ക് നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരാനുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമുണ്ട്. അതായത് പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം കൊടുത്തിട്ടാണ് കമ്പനി ലോഞ്ച് ചെയ്തേക്കുന്നത്. ഇന്ത്യൻ മാർക്കറ്റിനെ കുറിച്ച് നല്ല രീതിയിൽ പഠിച്ചിട്ടുണ്ട്. അതിനൊരു എക്സാമ്പിളാണ് ദാണ്ട് ഈ കാണുന്ന വലിയൊരു ബൂട്ട് സ്പേസ് എന്ന് പറയുന്നത്. ഇത് ടെക്നിക്കലി എത്ര നമ്പറാണെന്നുള്ളത് അഖിലിപ്പോൾ ഇവിടെ എഴുതി കാണിക്കും. പക്ഷേ ഇത് വളരെ വലിയ, വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ളൊരു ബൂട്ട് സ്പേസ് ആണ് നമുക്ക് പറയാൻ പറ്റും. സ്പെയർ ടയറൊക്കെ ദാണ്ട് ഇവർ അടിയിലാണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്രയും സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബൂട്ട് നമുക്കിവിടെ വരുന്നുണ്ട്. ഇതിൽ കുറച്ചൊക്കെ കോസ്റ്റ് കട്ടിങ് നമുക്ക് കാണും. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ ഒരു പ്രാക്ടിക്കൽ യൂസിന് വാല്യൂ ഫോർ മണി നോക്കുന്ന ഒരാൾക്ക് സ്യൂട്ടബിൾ ആയിട്ടൊരു ഓപ്ഷൻ തന്നെയാണ്. ഇനി ഇതിൻ്റെ അകത്ത് വീണ്ടും നമ്മൾ സ്ഥിരം പറയുന്ന പോലെ വീണ്ടും ഒരു എലിഫൻറ്റും കൂടെ ഉണ്ട്. ഞാനല്ല, ഈ ഒരു ഇൻറ്റീരിയർ അഖിലേ ഒന്ന് കാണിച്ചു കൊടുത്തടാ. എത്രമാത്രം സ്പേഷ്യസ് ആണ് ആ ഒരു ഇൻറ്റീരിയർ നിങ്ങളൊന്ന് നോക്കി. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കയറി ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു സീറ്റിംഗ് പൊസിഷൻ എന്ന് പറയുന്നത് നമ്മളൊരു എന്താ പറയണ്ടേ, നമ്മളൊരു
ഒരു ചെറിയൊരു SUV-യിൽ കയറിയിരിക്കുന്നൊരു ഫീല് ഇവൻ തരുന്നുണ്ട്. നല്ല ഹൈറ്റിലാണ് നമ്മളെ പ്ലേസ് ചെയ്തേക്കുന്നത്. അതായത് ഫ്രണ്ടിനെ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നല്ല ഹൈറ്റിലാണ് ഇവൻ്റെ ഒരു പ്ലേസിങ് വന്നിരിക്കുന്നത്. അത്യാവശ്യം നല്ല വിസിബിലിറ്റി നമുക്ക് വരുന്നുണ്ട്. ഇവിടെ ഞാൻ മിസ് ചെയ്തൊരു കേസാണ് ഈ ഒരു സാധനം എന്ന് പറയുന്നത്. പക്ഷേ ഇതിൻ്റെ ബേസ് വേരിയൻ്റ് തൊട്ട് തന്നെ ഫ്രണ്ടിൽ പവർ വിൻഡോ വരുന്നുണ്ട്, പവർ സ്റ്റിയറിംഗ് വരുന്നുണ്ട്, എല്ലാ ബേസിക് നോർമൽ സാധനങ്ങൾ വരുന്നുണ്ട്. ഈ ബാക്കിൽ വേണമെങ്കിൽ നമുക്ക് പുറത്തൊക്കെ എക്സ്ട്രാ ചെയ്യാൻ പറ്റും തോന്നുന്നു. അത് വേണമെങ്കിൽ ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്കിത് യൂസ് ചെയ്യാം. കാരണം ഈ പ്രൈസിന് ഇതോടെ പവർ വിൻഡോ വേണമെന്ന് പറയുന്നത് മോശമല്ലേ. നോർമൽ ഒരു സിംഗിൾ ഷെയ്ഡ് ഒരു പ്ലാസ്റ്റിക്കിൽ വരുന്ന ഒരു ഡോർ പാർട്സാണ് കൊടുത്തിരിക്കുന്നത്. ഒരു കപ്പ് ഹോൾഡർ വരുന്നുണ്ട്. നമുക്ക് സ്പീക്കർ, ലിവിൻ്റെ അകത്ത് സ്പീക്കർ എക്സ്ട്രാ ചെയ്ത് കഴിഞ്ഞാൽ 4 സ്പീക്കർ സിസ്റ്റം വരുന്നുണ്ട്. ഈ സീറ്റ് കവർ എക്സ്ട്രാ ചെയ്തിരിക്കുന്ന ഒരു സീറ്റ് കവറാണ് കേട്ടോ. നമ്മൾ കയറി ഇരുന്നിട്ട് കുറച്ചുകൂടി ഒരു ഡൗൺ ചെയ്ത രീതിയിലാണ് അതിൻ്റെ ഒരു പ്ലാറ്റ്ഫോം വന്നിരിക്കുന്നത്. മൊത്തത്തിൽ അത്യാവശ്യം ലെഗ് റൂം വരുന്നുണ്ട്. ഇരിക്കാൻ നല്ല സുഖമുണ്ട്. നമുക്കൊരു സ്റ്റേബിൾ ആയിട്ടിരിക്കുന്ന രീതിയിലാണ്. ഞാൻ ഇതിൻ്റെ ഡ്രൈവ് എക്സ്പീരിയൻസ് ചെയ്തതാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിന് കിട്ടാവുന്ന ബെസ്റ്റ് ആണെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സസ്പെൻഷൻ എന്ന് പറയുന്നത് അടിപൊളിയാണ്. നിങ്ങളൊരു ടെസ്റ്റ് ഡ്രൈവ് എടുത്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനിയിപ്പോൾ ഡോറിൻ്റെ ക്വാളിറ്റി നമുക്ക് ജസ്റ്റ് നോക്കിയാൽ അത്യാവശ്യം ഒരു സോളിഡ് തഡ് ഫീലോടുകൂടി തന്നെയാണ്. ഇതൊന്നുകൂടെ നോക്കും. അതായത് പപ്പടമല്ല എന്നുള്ളത് നമുക്ക് കണ്ട് മനസ്സിലാവും. അതും കൊള്ളാം. ഇവിടെയാണ് മറ്റേ ഫ്യൂവൽ ലിഡ് വരുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ഫ്രണ്ട് സ്പേസ് നോക്കിക്കഴിഞ്ഞാൽ അകലെ ഒന്ന് കാണിച്ചു കൊടുത്തരാം. ആ ഒരു ഡാഷ്ബോർഡൊക്കെ നോക്കി ബേസ് വേരിയൻ്റ് ആണെന്നുള്ള കണ്ടാൽ പറയുമോ. അതിൻ്റെ അകത്ത് സ്റ്റീരിയോ ലൈവിൻ്റെ അകത്ത് എക്സ്ട്രാ ചെയ്തേക്കുന്നതാണ്. പക്ഷേ ഇത്രയും ഫീച്ചേഴ്സ് ഉൾപ്പെടെ നമുക്ക് ഓൺ റോഡ് വരുന്ന പ്രൈസ് എന്ന് പറയുന്നത് 6.15 lakhs ഉള്ളൂ. 6.15 lakhs കയറിയിരിക്കുന്നത് ഞാൻ പറഞ്ഞ പോലെ കുറച്ച്. ഇതും നല്ല ഹൈറ്റിലിരിക്കുന്ന ഫീലിംഗ് ആണ് കേട്ടോ. ശരിക്കും ഒരു SUV-യിലിരിക്കുന്ന ഫീലിംഗ് ഉണ്ട്. സീറ്റ്സ് എനിക്ക് ഇത്രയും സൈസ് ഉണ്ടായിട്ട് പോലും എന്നെ ഏതാണ്ട് ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു 3 ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട്. ഇതൊരു ഈ കളറിന് എന്താ പറയേണ്ടത്, ഒരു ഗൺമെറ്റൽ ഗ്രേ എന്ന് വേണം നമുക്ക് വിളിക്കാം. ഇവിടെ എയർ ബാഗ് വരുന്നുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ എക്സ്ട്രാ ചെയ്തേക്കുന്ന ആ ഒരു പ്ലെയർ എന്ന് പറയുന്നത്. ഇവിടെ ബേസിക് AC. ഈ സ്വിച്ചസ് ഇതുണ്ട്. ഇത് ബേസ് വേരിയൻറ്റിൽ കൊടുക്കുന്നതാണെങ്കിലും എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ ഈ സ്റ്റൈൽ ഓഫ് സ്വിച്ചസ് എന്ന് പറയുന്നത്. നല്ല ഫീലും തരുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതതിൻ്റെ കൺട്രോൾസ് ആയിരിക്കും കൊടുത്തിരിക്കുന്നത്. ബാക്കിയെല്ലാം നോർമൽ ഒരു ബേസിക് സാധനങ്ങളാണ്. ഇനി ഇതിൻ്റെ എഞ്ചിൻ ഓപ്ഷനെ കുറിച്ചും കൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ എഞ്ചിൻ ഓപ്പൺ ആക്കുന്നതിന് മുമ്പ് ജസ്റ്റ് വെഹിക്കിളിൻ്റെ അകത്തൊന്ന് കയറി ഇരുന്നിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ സ്റ്റിയറിംഗ് വീല് വരുന്നത്. ബേസിക്കലി പ്ലെയിൻ ആണെങ്കിലും ശരിക്കും ഒരു പ്രീമിയം ഫീൽ വരുന്നുണ്ട് കേട്ടോ. ഒരു ഡിസൈൻ കാരണം വേറെ സ്റ്റൈലൊന്നും അല്ല, ഫുൾ ഓപ്ഷനിൽ വരുന്ന സ്റ്റിയറിംഗ് തന്നെയാണ്. ഇതിലിതവർ നമ്മുടെ ഇതിന് പറയുന്ന പേരെന്തായിരുന്നു ഗൈസ്, നമ്മൾ സ്റ്റിയറിംഗ് കൺട്രോൾസ് ഇല്ലെന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം രസമായിട്ടുണ്ട്. ശരിക്കും നമ്മൾ ഇരിക്കുമ്പോഴാണെങ്കിൽ നല്ല ഹൈറ്റ് ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ഫീലാണ്. ഇനി നമുക്ക് ഇവിടുന്ന് എഞ്ചിൻ ഓപ്പൺ ചെയ്ത് എഞ്ചിൻ ഒന്ന് പോയി കാണാം. ഇനിയിപ്പോൾ നമ്മുടെ എഞ്ചിൻ ഓപ്ഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ 2 എഞ്ചിൻ ഓപ്ഷനിൽ വെഹിക്കിൾ അവൈലബിൾ ആണ്. ഒന്നൊരു 1.2 ലിറ്റർ വരുന്ന ബേസിക്കലി 3 സിലിണ്ടർ എഞ്ചിനാണ്. ഇതിൻ്റെ പവർ ഫിഗേഴ്സ് അകലിപ്പോൾ ഇവിടെ എഴുതി കാണിക്കും. 80 to 85 സംതിങ്. അത്യാവശ്യം നോർമൽ ഒരു ഹൈവേ ക്രോസിങ്ങിന് അല്ലെങ്കിൽ നോർമൽ യൂസിന് വേണ്ട പെർഫോമൻസ് വരുന്നുണ്ട്. കുറച്ചുകൂടെ പെർഫോമൻസ് വേണമെങ്കിൽ ടെർബോ പെട്രോൾ എഞ്ചിൻ വരുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് 5 സ്പീഡ് മാനുവൽ വരുന്നുണ്ട്, 6 സ്പീഡ് മാനുവൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ 6 സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ താണ്ട സിട്രോൺ ഇവന് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫുൾ ഓപ്ഷൻ വേരിയൻറ്റ് താണ്ട തൊട്ട് പുറകിൽ കിടപ്പുണ്ട്. അതൊരു ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. നമ്മളാണ്ട് ഫ്രണ്ട് ഡിസൈൻ എടുത്ത് കഴിയുമ്പോഴത്തേക്ക് ഇവിടെ താണ്ട പ്രൊജക്ടർ ലാംപ്സ് കൊടുത്തിട്ടുണ്ട്. സൈഡ് പ്രൊഫൈൽസിലേക്ക് വരുമ്പോൾ ഇതിനും 15 ഇഞ്ച് തന്നെയാണ്. ഇതാണ് ഞാൻ പറഞ്ഞൊരു ഗുണം എന്ന് പറയുന്നത്. ബേസ് വേരിയൻറ്റ് തൊട്ട് 15 ഇഞ്ച് താണ്ട നമ്മുടെ സിട്രോൺ കൊടുത്തിട്ടുണ്ട്. ഇന്ത്യയിലേക്ക് കയറുമ്പോൾ ശരിക്കും ഒരു വ്യത്യാസം വരും. ഒരു ബ്ലാക്കിഷ് തീമാണ്. കമ്പനിയിൽ തന്നെ ഇൻബിൽട്ട് ആയിട്ട് വരുന്ന ലൈക്ക് ഇതിൻ്റെ അകത്ത് 360 ഡിഗ്രി ക്യാമറ വരുന്നുണ്ട്, ക്രൂസ് കൺട്രോൾ വരുന്നുണ്ട്. അതൊക്കെ ലൈക്ക് ഈ ഒരു സെഗ്മെൻറ്റിൽ തന്നെ ഫസ്റ്റ് ആണെന്ന് പറയാൻ പറ്റും. അപ്പോൾ ദീസ് ആർ ഓൾ ദ ബെനിഫിറ്റ്സ് ദാറ്റ് ഐ ഹാവ് സീൻ ഇൻ ദ സിട്രോൺ C3. അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വേഗം നമ്മുടെ EVM-ലേക്ക് വരിക. EVM ആണ് ഈ ഒരു ഓഫർ കൊടുക്കുന്നത്. നല്ല അടിപൊളി ഓഫറാണ്, വാല്യൂ ഫോർ മണി ഡീലാണ്. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. സോ ദിസ് ഈസ് യു ദീപക് രാജൻ, ഡോക്ടർ ഡ്രൈവ് സൈനിങ് ഓഫ്. താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ. ബൈക്ക് മുമ്പ് ഒരു കാര്യം കൂടെ, നിങ്ങൾ വണ്ടി എടുക്കുന്ന കേസിൽ കൺഫ്യൂസ്ഡ് ആണ്. ഇപ്പോൾ എൻ്റെ അടുത്ത് ഫുൾ ഓപ്ഷൻ എടുക്കണോ, ബേസ് വേരിയൻ്റ് എടുക്കണോ, സിട്രോൺ എന്നൊക്കെ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ DRDrive.in കയറിയാൽ മതി. നമ്മൾ ചെറിയൊരു കൺസൾട്ടൻസി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ അതിൽ വന്ന് ക്ലിക്ക് ചെയ്യുക. ഞാൻ പേഴ്സണലി വിളിച്ച് നിങ്ങളെ ഗൈഡ് ചെയ്യാം കേട്ടോ. താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ.